ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നവറാസ് കിച്ചൺ. അപ്പോൾ നവറാസ് കിച്ചൻ്റെ മറ്റൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന്. ഒരു ചോക്ലേറ്റ് വെച്ചിട്ടുള്ള കേക്കാണിത്. ചോക്ലേറ്റ് വെച്ചിട്ടെന്ന് വെച്ചാൽ നമ്മളിതിൽ ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മളിതിലേക്ക് ഒരു സോസ് ഉണ്ടാക്കുന്നുണ്ട്. കൊക്കോ പൗഡറൊക്കെ ചേർത്തിട്ട് ഒരു ചോക്കോ സോസ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഈ കേക്ക്. അപ്പോൾ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ മുന്നേ നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് കോഴിമുട്ടയാണ് യൂസ് ചെയ്യുന്നത്. കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഒരു 3 കോഴിമുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്യണില്ല, ഇതുപോലെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ 3 കോഴിമുട്ടയും ഞാൻ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ വാനില എസെൻസ്, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഐസ്ക്രീം എസെൻസ് ആണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വാനില ചേർത്താലും മതി. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അതിനെ. അപ്പോൾ ആദ്യം തന്നെ വാനില എസെൻസ് ചേർത്ത് കഴിഞ്ഞാൽ ആ മുട്ടയുടെ ആ ഒരു സ്മെല്ല് കേക്കിൽ വരില്ല. അതുകൊണ്ടാണ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ചേർക്കുന്നത്. ഇനി ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പൊടിച്ച ശേഷം ഉള്ളതാണ് 1/4 കപ്പ്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് അതിനെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഓയിലാണ്. ഒരു 1/4 കപ്പ് തന്നെ ഓയിൽ എടുത്തിട്ടുണ്ട്. ആ ഓയിലും കൂടെ ചേർത്ത് നല്ലോണം അടിച്ചെടുക്കുക. നിങ്ങൾക്ക് ബീറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീറ്റർ യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിത് ബീറ്റർ ഇല്ലാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് മൈദ, അത് അരിപ്പയിലൂടെ അരിച്ച് ചേർക്കാണ്. അപ്പോൾ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മതി. ഇത് നല്ല ഡാർക്ക് കൊക്കോ പൗഡറാണ്, അതുകൊണ്ടാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് കളറ് ഭയങ്കരമായി പോകുന്നു വിചാരിച്ചിട്ട്, എന്നാൽ തന്നെ ഇതിന് അത്യാവശ്യം കളർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അരിപ്പയിലൂടെ അരിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അതാ ഞാൻ മൊത്തം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ മിക്സാക്കി എടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ സെപ്പറേറ്റ് അരിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് മിക്സാക്കി കൊടുത്താലും മതി. ഇപ്പോൾ ഇതാ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഈ ഒരു ലൂസിലാണ് ഉണ്ടാകുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണോളം പാലാണ് ഉള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക അവസാനമായിട്ട്. എന്നിട്ട് നന്നായിട്ട് പതിയെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കറക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ പാൽ ചേർത്തപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട് നമുക്കിതിനെ. അപ്പോൾ ഇങ്ങനെയാണ് കേക്കിലേക്കുള്ള മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിസ്ക് മാറ്റിയ ശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലോണം ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ ഇരിക്കാനാണ്. കാരണം നമ്മൾ ബീറ്റർ യൂസ് ചെയ്തിട്ടില്ല, ഫുൾ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീരെ കട്ടയില്ലാതെ വേണം തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിത് ഓവനിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ ഓയിൽ ഒന്ന് ഓയിൽ കൊണ്ട് ബ്രഷ് ചെയ്തിട്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയ മാവ് ആ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഒഴിച്ച ശേഷം ഒന്ന് ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിനി ഓവൺ ഇവിടെ ആദ്യം തന്നെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ ഓവൺ ഏകദേശമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓവണിലാണ് തയ്യാറാക്കുന്നത്. ഗ്യാസിൽ നമ്മൾ ഒരുപാട് കേക്ക് ഗ്യാസിൽ തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ആ മെത്തേഡ് തന്നെ ഇതിലും ചെയ്താൽ മതി. അപ്പം ഇനി ഞാനിതാ ഓവണിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഓവണിൽ വെച്ചിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 180 ഡിഗ്രിയിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഏകദേശം ഒരു 30 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. 30 മിനിറ്റ് ശരിക്കും ഇതിന് ഫുള്ളായിട്ട് വേണ്ട, അല്ലാതെ തന്നെ പൊങ്ങി വന്നിരുന്നു പെട്ടെന്ന് തന്നെ. ഇപ്പോൾ ഇതാ നമ്മൾ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഉഷാറായിട്ട് നല്ല സോഫ്റ്റിലുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ചധികം ഇങ്ങനെ പൊങ്ങിയിട്ട് നിൽക്കുന്നുണ്ട്.
ഇനി നമുക്കതിനെ ഓപ്പൺ ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്തിട്ട് ലെയറാക്കി മാറ്റിയെടുക്കണം. കട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 ലെയർ ആണെങ്കിൽ 3 ലെയർ ആക്കാം, 2 ആണെങ്കിൽ 2 ആക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അടിയൊക്കെ തീരെ കരിയാതെ തന്നെ നല്ല പാകത്തെ ഒരു വേവ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓവറായിട്ട് നമ്മൾ കൊക്കോ പൗഡർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭയങ്കര നിറത്തിലാവും അത് ഉണ്ടാവുക, ഭയങ്കരമായിട്ട് ചോക്ലേറ്റിൻ്റെ നിറമാവും. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് സോസാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നുള്ളത്. കൊക്കോ പൗഡറും പാലും ബട്ടറും ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് സോസാണിത്. ആ സോസ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഈ സോസ് ഒന്ന് തണുത്ത് വരണം. അപ്പോൾ ആദ്യം തന്നെ അത് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൊക്കോ പൗഡർ അല്ല കോഫി പൗഡറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് കേക്കിൽ പൊതുവെ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്തെടുക്കും. അപ്പോൾ അതിന് പകരമാണ് ഞാൻ ഈ കോഫി വെച്ചിട്ട് ബ്രഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കോഫിയിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം, നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് അതിലേക്ക് കോഫി പൗഡർ ഇട്ടു, പിന്നെ പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ സാധാരണ ഒരു കട്ടൻ കാപ്പി തയ്യാറാക്കാറില്ല, ആ ഒരു രൂപത്തിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കേക്കിനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടും. ഇപ്പോൾ ഇതാ ഈ 2 കൂട്ടുമാണ് നമുക്ക് കേക്കിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സംഗതികൾ. പിന്നെ നമ്മൾ ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കണം, ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ സോസിൽ ഉപയോഗിച്ചിട്ടുള്ളത് പാല്, ബട്ടർ, കൊക്കോ പൗഡർ, പഞ്ചസാര, ഇത് 3ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്കുള്ള ക്രീം തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ബട്ടറിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അത് ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് ഞാൻ ബട്ടർ ഇതിലേക്ക്. ഇപ്പോൾ അതാ നല്ലൊരു ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗർ പൊടിച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിത് വിപ്പിംഗ് ക്രീം അല്ല, ബട്ടർ ക്രീമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്, ബട്ടർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു ചോക്ലേറ്റ് കേക്കിന് ഈ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കേക്കിൽ യൂസ് ചെയ്ത എസൻസ് തന്നെ ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം എസൻസ് ആണ്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്, അപ്പോൾ വീണ്ടും ഒരു തരി പോലെ നിൽക്കും ബട്ടർ. ഒരു ക്രീമി പരുവത്തിലാവുമ്പോൾ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതാ നല്ലൊരു ക്രീമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബട്ടർ. ഇനി നമുക്ക് കേക്കിനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കേക്ക് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആ കേക്ക് ടിന്നെ വെച്ചിട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റുന്നതായതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ ലെയർ വെച്ചിട്ട് അതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോഫി, അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആ കോഫീനെ നമുക്കതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലെ സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് അതിനെ വെറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബട്ടർ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിരുന്നു ഞാൻ. അത് കുറേശ്ശെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അതിനെ ഒന്ന് തേച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ലെയർ തയ്യാറാക്കി. ഞാനിത് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രീമൊക്കെ ചേർത്ത് വെച്ചു. ഇപ്പോൾ ലാസ്റ്റത്തെ ലെയർ ഞാൻ മുകളിൽ വെച്ചു. അപ്പോൾ ലാസ്റ്റത്തെ ലെയർ വെച്ചിട്ടുള്ളത് ഏറ്റവും അടിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ നല്ലോണം കുത്തി ഓട്ടാക്കിയ ശേഷമാണ് നമ്മുടെ കോൾഡ് കോഫി അതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് ഓപ്പൺ ആക്കി എടുക്കുന്ന കേക്ക് ടീൻ ആയതുകൊണ്ട് അതിൻ്റെ സൈഡിൽ നിന്ന് അത് ഓപ്പൺ ആക്കി. അതുകൊണ്ട് ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ നമുക്കതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊരു ട്രേ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. കാരണം നമ്മുടെ തയ്യാറാക്കിയ ചോക്ലേറ്റിൻ്റെ സോസ് അതിമ കൂടെ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒഴിക്കുമ്പോൾ അടിയിൽ പാത്രത്തിൽ ബാലൻസ് അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഞാൻ ആ കേക്ക് കുക്ക് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിരുന്നു അതിൻ്റെ പൊങ്ങ് വന്നത് മുകൾ ഭാഗം കുറച്ചധികം ഇങ്ങനെ ഒരു ലെവലിലല്ലാതായിരുന്നു നിന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കേക്കിന് ചെറിയൊരു ചെരിവുണ്ട്. അപ്പോൾ അത് എൻ്റെ കേക്ക് ടിന്നിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു കമ്പിൽ നിന്ന് ഏകദേശമൊക്കെ ഒന്ന് ചോക്ലേറ്റ് അതിലൊന്ന് സെറ്റായി പിടിച്ച ശേഷം ഞാനിതാ
നമ്മുടെ ബാക്കിയുള്ള ബട്ടർ ക്രീം കൊണ്ട് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. എനിക്ക് വല്ലാതെ ഡെക്കറേഷൻ അറിയില്ല, അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ട്. ഇതുപോലെയാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സോഫ്റ്റും ടേസ്റ്റും ആണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.